കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വൻറ്റ് ടോക്സിലെ 17-ാം ദിവസം ഇവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരുപാട് പ്രാർത്ഥനയുടെ ഒരു സമയമാണ്. ലോകത്തിൽ ഇപ്പോൾ കുറേ സ്ഥലത്ത്, കുറേ ദേവാലയത്തിൽ ദിവസം രാത്രിയും ആരാധന, പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ഒരു സമയമാണെന്ന് നമുക്കറിയാം. ചില വ്യക്തികൾക്ക് ഇതൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. ചിലവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഈ ക്രിസ്മസ് എൻ്റെ എല്ലാ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. ഈ ക്രിസ്മസ് ഞാൻ ശരിക്കും സന്തോഷിക്കും. ഈ ക്രിസ്മസ് ഞാൻ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കും എന്നൊരു വിശ്വാസത്തിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവം കടന്നു വരുന്നതിനെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ആയിരിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യമാണ്. അപ്പം ഈ ഒരു വാക്യം നമുക്കറിയാം, ഇതെന്താണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. കർത്താവിനെ പുൽക്കൂട്ടിൽ കാണുന്നൊരു സംഭവമാണ് നമുക്കറിയാം. എന്നാൽ ഇതൊരു അടയാളമാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു അടയാളമാണെന്നോട് മനസ്സിലാക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നമ്മുടെ മനസ്സിൽ നമുക്കറിയാമല്ലോ, ഒരു പുൽക്കൂട് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? നടക്ക് ഈശോ കിടക്കുന്നു, അപ്പുറത്ത് യോസേപ്പ് പിതാവും മാതാവും മൃഗങ്ങളും, ഇങ്ങനെയെല്ലാം ഒരു ഇതുണ്ടല്ലോ. അതൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഒന്ന് നോക്കിക്കണം, ഒന്ന് ചിന്തിക്കണം. രക്ഷകനായ യേശു കടന്നു വന്നത് എവിടെയാണ്? ഒന്ന് ചിന്തിച്ച് നോക്കണം. രക്ഷകനായ യേശു കടന്നു വന്നത് എവിടെയാണെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കണം. കാരണം എത്രയോ സ്ഥലമുണ്ടായിരുന്നു, ജെറുസലേമിലും ബേത്ലഹേമിലും എല്ലാ സ്ഥലവും ഉണ്ടായിട്ടും രക്ഷകൻ ഈ മൃഗത്തിൻ്റെ ഇടയിലും യോസേപ്പ് പിതാവും മാതാവിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നല്ല മനസ്സ് മാത്രം മതി. സ്ഥലമൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് സ്ഥലം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നല്ല മനസ്സ് വേണം. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാനുള്ള സ്ഥാനമുണ്ടെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ ദൈവം അവിടെ വസിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു ജനനം ഒരുപാട് വ്യക്തികൾക്ക് പുതിയൊരു പ്രത്യാശ, പുതിയൊരു സന്തോഷം നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരുടെ മുമ്പിൽ കർത്താവുണ്ട്, നമ്മുടെ എല്ലാം മുമ്പിൽ കർത്താവുണ്ട്. ഐ ഹാവ് ദ ഓപ്ഷൻ, ഐ ഹാവ് ദ ഫ്രീഡം. ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ പോലെ ചിന്തിച്ച് പ്രവർത്തിച്ച് നീങ്ങണം, അതോ ഈ കർത്താവിനെതിരെ പോയി ജീവിക്കണം? നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ബലഹീനതമായ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകപ്പെടുന്ന ഒരു നിമിഷമാണ്. കർത്താവ് ജനിച്ചത് ഒരുപാട് വലിയ ഒരു ആഘോഷമായിട്ടൊന്നുമല്ല, വളരെ പാവപ്പെട്ട മനസ്സിലാണ് ജനിച്ചത്. നമ്മൾ ഇന്ന് വലിയ ആഘോഷമാക്കുന്നുണ്ട്. ക്രിസ്മസ് 24-ാം തീയതി ക്രിസ്മസിന് ശുശ്രൂഷ, 25-ാം തീയതി എല്ലാ ആഘോഷങ്ങളും. പക്ഷെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരേ ഒരു പ്രൈം ഫോക്കസ് എന്തായിരുന്നു? ലോകത്തെ രക്ഷിക്കുക. അതിനെന്ത് വേണം? ദൈവ കുഞ്ഞാടി ലോകത്തിലേക്ക് കടന്നു വരണം. ചോദ്യം ഇതാണ്, നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണോ എന്നൊരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ. ദൈവം ജനിച്ചത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്, മറ്റെവിടെയല്ല. ആ ഹൃദയം വിശുദ്ധമായി കാത്തു പരിപാലിക്കുക. ആ ഹൃദയത്തിൽ ദൈവവിശുദ്ധി കാത്ത് സൂക്ഷിക്കുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.